ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന വചനം നമ്മുടെ ജീവിതത്തെ എങ്ങും താങ്ങി നിർത്തുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ്. വചനം 125 സങ്കീർത്തനം 1 തിരുവചനമാണ്. വചനപ്രകാരമാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. എത്ര മനോഹരമായ വചനമാണ്. നീ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും അസ്വസ്ഥതകളും ഒക്കെ കടന്നു വരുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒന്നിനും നിന്നെ കുലുക്കാനായിട്ട് സാധിക്കുകയല്ലെന്ന് വചന വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ സ്നേഹമുള്ളവരെ, ജീവിത പ്രതിസന്ധികൾ കടന്നു വരും, ബുദ്ധിമുട്ടുകൾ കടന്നു വരും, വേദനകൾ കടന്നു വരുമ്പോൾ 125 സങ്കീർത്തനം 1 തിരുവചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകളിലേക്കും പ്രതിസന്ധികളിലേക്കും അസ്വസ്ഥതകളിലേക്കും കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമായിട്ട് ഈ സഹോദരങ്ങളെ താങ്കളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളും മൂലം വേദനിക്കുന്നവർ, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനിക്കുന്ന ഓരോ സഹോദരങ്ങളിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കുമാറാകണമേ. 125 സങ്കീർത്തനം 1 വചനത്തിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.